എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും ഒരുപോലെ അറിവ് നേടാനുള്ളവയാണ് സ്കൂളുകൾ മുതൽ സർവകലാശാലകൾ വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. എന്നാൽ പലയിടങ്ങളിലും ന്യൂനപക്ഷങ്ങളെയും ജാതിയിൽ താഴ്ന്നവരെയുമൊക്കെ അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ പതിവാണ്. തങ്ങളെക്കാൾ താഴ്ന്ന ജാതിയിലുള്ളവർ വിദ്യ നേടേണ്ട എന്ന സവർണബോധം ഇപ്പോഴും പല ക്യാമ്പസുകളിലും ഭൂരിപക്ഷ വിഭാഗങ്ങളിൽ കണ്ടുവരുന്നു. അത്തരമൊന്നിനാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ വിഖ്യാതമായ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയും സാക്ഷിയായത്. യൂണിവേഴ്സിറ്റിയുടെ ചുവരുകളിൽ ദലിത് വിരുദ്ധ സന്ദേശങ്ങൾ എഴുതിയാണ് ഹിന്ദുത്വവാദികൾ ഏറ്റവും ഒടുവിൽ കടന്നാക്രമണം നടത്തിയത്. ചമർ ഇന്ത്യ വിടു, ദലിതർ ഇന്ത്യ വിടു, ബ്രാഹ്മണ ബനിയ സിന്ദാബാദ്, ഹിന്ദു RSS സിന്ദാബാദ് എന്നീ മുദ്രാവാക്യങ്ങളാണ് ക്യാമ്പസിലെ കാവേരി ഹോസ്റ്റൽ ചുമരിൽ കണ്ടെത്തിയത്. സംഭവം വിദ്യാർത്ഥികൾക്കിടയിൽ വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും വിദ്യാർത്ഥി യൂണിയൻ പ്രകടനം നടത്തുകയും ചെയ്തു. കാവേരി ഹോസ്റ്റലിൽ നടന്ന സംഭവത്തെ ശക്തമായി അപലപിക്കുകയും ഇതിനെതിരെ ശക്തമായി നിലകൊള്ളുകയും ചെയ്യുമെന്ന് JNU സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് ധനഞ്ജയ് പറഞ്ഞു. ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന അതേ ശക്തികൾ തന്നെയാണ് JNU ക്യാമ്പസിലുമുള്ളത്. ഈ ശക്തികൾ ദലിത്, ആദിവാസി ബഹുജനങ്ങൾ, മുസ്ലിങ്ങൾ, സ്ത്രീകൾ എന്നിവർക്കെതിരെയെല്ലാം അവരുടെ അജണ്ട നടപ്പാക്കുകയാണ്. ഇവരെയെല്ലാം ക്യാമ്പസിൽ നിന്ന് പുറത്താക്കുകയാണ് അവരുടെ ലക്ഷ്യം. വിദ്യാർത്ഥികൾ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എന്തൊക്കെയായാലും നമ്മൾ ഒരുമിച്ചാണ് JNU നിർമ്മിച്ചത്. ഇതെല്ലായ്പ്പോഴും സമത്വത്തിൻ്റെയും തുല്യതയുടെയും സ്ഥലമായിരിക്കും. ഈ ശക്തികൾക്കെതിരെ ഞങ്ങൾ പോരാട്ടം തുടരും. അത് എങ്ങനെ ഫലപ്രദമായി ചെയ്യാമെന്ന് ഞങ്ങൾക്കറിയാം, ധനഞ്ജയ് വ്യക്തമാക്കി. യുണൈറ്റഡ് ലെഫ്റ്റിൻ്റെ ബാനറിലാണ് ദലിത് വിദ്യാർത്ഥിയായ ധനഞ്ജയ് മത്സരിച്ച് JNU വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രസിഡന്റാകുന്നത്. ദലിത് വിരുദ്ധ പരാമർശങ്ങളെ കാവേരി ഹോസ്റ്റൽ കമ്മിറ്റി അംഗം അബ്ദുൽ കലാമും അപലപിച്ചു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വ്യത്യസ്ത മതസമുദായങ്ങളിലെ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ ക്യാമ്പസിലെ അന്തരീക്ഷത്തെയും സാമുദായിക സൗഹാർദ്ദത്തെയും തകർക്കുമെന്നും അബ്ദുൽ കലാം വ്യക്തമാക്കി. ദലിത് വിരുദ്ധ സന്ദേശങ്ങളുടെ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായതോടെ സർവകലാശാല അധികൃതരെത്തി ചുമർ വൃത്തിയാക്കുകയും പുതിയ പെയിന്റ് അടിക്കുകയും ചെയ്തു. സംഭവം വിദ്യാർത്ഥികൾ സർവകലാശാല അധികൃതരെയും പോലീസിനെയും അറിയിച്ചിരുന്നു. ഈ സന്ദേശങ്ങൾക്ക് പിന്നിലുള്ള വ്യക്തികൾ ആരാണെന്ന് അറിയുന്നവർ ഇമെയിൽ വഴി അറിയിക്കണമെന്ന് കാവേരി ഹോസ്റ്റൽ വാർഡൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ജാഗ്രത പാലിക്കണമെന്നും CCTV ക്യാമറകൾ ഹോസ്റ്റലിൽ സ്ഥാപിക്കുമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. സംഭവം ഞങ്ങൾ അറിയിച്ചതിന് പിന്നാലെ അധികൃതരെത്തി മായ്ക്കുകയായിരുന്നുവെന്ന് NSU JNU യൂണിറ്റ് ജനറൽ സെക്രട്ടറി കുനാൽ കുമാർ പറഞ്ഞു. ഇതൊരു സുപ്രധാന സംഭവമാണ്. നിലവിലെ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ മനുവാദി ബ്രാഹ്മണ ആശയക്കാരുടെ ധൈര്യം വർദ്ധിച്ചിരിക്കുകയാണ്. മുദ്രാവാക്യങ്ങൾ ചുമരുകളിൽ നിന്ന് അവർ മായ്ച്ചിട്ടുണ്ട്. എന്നാൽ അത്തരം ആളുകളുടെ മനസ്സിൽ നിന്ന് ഇതെങ്ങനെ മായ്ക്കാനാകും? കുനാൽ കുമാർ ചോദിച്ചു. കാവേരി ഹോസ്റ്റലിൽ നടന്നത് വെറും മുദ്രാവാക്യം മാത്രമല്ലെന്ന് ബാപ്സ അംഗം പ്രമോദ് പറഞ്ഞു. ഈ വ്യക്തികൾ അംബേദ്കറൈറ്റ് സമുദായത്തെ ഒന്നാകെയാണ് ലക്ഷ്യമിടുന്നത്. ഇത് ബ്രാഹ്മണ പ്രത്യയശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്നവർക്ക് നേരെയുള്ള ആക്രമണമാണ്. ഗ്രാമങ്ങളിൽ ദലിതരോട് ജാതിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണോ പെരുമാറുന്നത് അതേ സാഹചര്യമാണ് JNUവിലും വളർന്നു വരുന്നത്. ബ്രാഹ്മണിസം ഇന്ത്യയിൽ നിന്ന് പോകണമെന്ന് ക്യാമ്പസിൽ ഒരിക്കൽ എഴുതിയപ്പോൾ അത് ദേശീയ മാധ്യമങ്ങളിൽ വരെ ചർച്ചയായിരുന്നു. വൈസ് ചാൻസലർ ഇതിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്യുകയുമുണ്ടായി. എന്നാൽ ഇപ്പോൾ ഇത്തരമൊരു സംഭവം ഉണ്ടായപ്പോൾ അവർ നോട്ടീസ് നൽകുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കുകയാണ് വേണ്ടതെന്നും പ്രമോദ് കൂട്ടിച്ചേർത്തു. ക്യാമ്പസിൽ ദലിത്, ബഹുജൻ, ആദിവാസി, മുസ്ലിം, മറ്റു വിഭാഗങ്ങൾ എന്നിവർക്ക് നേരെ ജാതിപരവും വർഗീയവുമായ പരാമർശങ്ങൾ നിരന്തരം ഉണ്ടാകുന്നുണ്ടെന്ന് ബാപ്സ അംഗങ്ങൾ വ്യക്തമാക്കി. തങ്ങളുടെ സംഘടനയുടെ പോസ്റ്ററുകൾ പതിക്കുമ്പോഴെല്ലാം അതിലെ അശ്ലീലവും ജാതീയവുമായ കമന്റുകൾ എഴുതുകയും അവ നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവാണെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു.